സുഹൃത്തുക്കളെ, ഈ കഥ നടക്കുന്നത് ഇങ്ങ് കേരളത്തിലല്ല, അങ്ങ് ഇന്ത്യയിലല്ല. നൂറ്റാണ്ടുകൾക്കും നൂറ്റാണ്ട് മുമ്പേ നടന്ന ഏതോ ഒരു യുഗത്തിൽ, ഏതോ ഒരു ഗ്രഹത്തിൽ, ഏതോ ഒരു കാലത്തിൽ. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം ആണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇങ്ങനെയുള്ള പൊട്ടന്മാരും ഉണ്ടാകാം. അതെ, ഇതാണ് പൊട്ടക്കുളം എന്ന കൊച്ചു ഗ്രാമം. ഇവരാണ് ഈ കഥയിലെ നായകന്മാർ, പൊട്ടക്കുളത്തെ പൊട്ടന്മാർ. വിശക്കണ്, വല്ലോ കഴിക്കണ്ടേ? കഞ്ഞി കുടിച്ചാലാ? എന്നാ നീ പോയി കഞ്ഞി വൈ. എനിക്ക് പറ്റൂല, നീ പോയി വൈ. എന്നാ നീ വൈ. 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 എന്നാ ഞാൻ ഒരു കുത്തി പറയാം, നമുക്ക് 3 പേർക്കും തുല്യമായിട്ട് ജോലി ചെയ്യാം. നീ പോയി അരി വാങ്ങ്, നീ പോയി വിറക് വെട്ട്, ഞാൻ കഞ്ഞി വെക്കാം. 1 2 3 4 5 ബാക്കി പൈസക്ക് ജീരക മിഠായി വാങ്ങാം. കഞ്ഞി തിളക്കാറായി, നീ പോയി പ്ലാവില എടുത്തിട്ട് വാ. ഞാനാ? നീ പോയി എടുത്തിട്ട് വാ. നീ എടുത്തിട്ട് വാ. ഞാൻ ഒരു ബുദ്ധി പറയാം, നമ്മളെ ആരാദ്യം സംസാരിക്കും, അവര് പ്ലാവില എടുത്തിട്ട് വരും. മൂന്നേരം കൂടെ എന്തൊരു പരിപാടി? കഞ്ഞി വയ്ക്കണ നിന്റെ കവായിലെന്താ പഴമായിരിക്കണേ? പാതൊന്ന് പറയടാ. തന്തയെ പോലെ തന്നെ പാതൊന്ന് സംസാരിക്കുകയില്ല, അഴുക്ക പയലുകള്. തന്തേക്ക് ആ മോശം.
യുവമാര് 3 പേര് കഞ്ഞിയിൽ വിഷം വെച്ച് ചാവാനായിരുന്നു ആ പദ്ധതി. ചുമ്മാ അല്ല നേരത്തെ എന്റെ അടുത്തൊന്നും മിണ്ടാത്തത്. യുവമാരുടെ അടുത്ത് അവസാനമായിട്ട് ഞാൻ അല്ലേ മിണ്ടിയത്. എന്റെ കാൽപ്പാട് നോക്കി ഇവിടെ കാണുമല്ല. എന്റെ പൊട്ടക്കുളം മുത്തപ്പ ഇനി എല്ലാം എന്റെ തലേ വരുമല്ല. മൂപ്പ എന്നെ ഊരിന്റെ പുറത്താക്കുമെന്തോ. എന്റെ ഒരു ബുദ്ധിയുണ്ട്. 3 പേരെയും ചാക്കി കയറ്റി പൊട്ടക്കുളത്തി കൊണ്ട് താത്താം. അപ്പൊ ആരും അറിയില്ലല്ല. ഇവന്റെ കാലിന് ഭയങ്കര നീളം, വെട്ടി കുറയ്ക്കാം. നീ അത് സംസാരിച്ച് പോയി പ്ലാവിൽ എടുത്തിട്ട് വാ. പോയി പ്ലാവിൽ എടുത്തിട്ട് വാടാ. അയ്യോ ഇനി പ്ലാവിൽ എടുക്കണമല്ല. നിക്ക് നിക്ക് നിക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? ഈ ദൃശ്യശകലം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു പൊട്ടനല്ല എങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ പൊട്ടന്മാരുടെ വീഡിയോ വീണ്ടും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.